കളക്ട് ചെയ്യാൻ ആരും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് ഇവിടെ എത്തിക്കുക. അപ്പൊ ഞാൻ കൊണ്ടുവന്ന എനിക്ക് വണ്ടിക്കാശം തരണം. ഇനി ഇതിനെന്തെങ്കിലും പരാതി എന്തുകൊണ്ട് അടുത്ത പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ ഇത് കളക്ട് ചെയ്തെങ്കിൽ അവരെ കൊണ്ട് സാധനം ഇവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ എല്ലാവരുടെ മുമ്പിലെല്ലാം കൊണ്ടുവരണം. ഇനി ഇതിവിടെ കിടന്നിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതേ ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾക്ക് കാണുമ്പോൾ ശമ്പളമൊക്കെ മേടിച്ചിട്ടല്ലേ ഇരിക്കണം. എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ ഇനി പരാതി കൊടുക്കേണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ. ഇനി പഴയ പോലെ സ്ത്രീകളെ അസഭ്യം പറഞ്ഞു ഇങ്ങനെ ഇതൊക്കെ ഉള്ളു. അതുകൊണ്ട് വീഡിയോ കേട്ടോ അങ്ങനെ കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല. ഇതെന്താ വെച്ചാൽ ചെയ്തത്. ഇനി മേലാലവിടെ കൊണ്ടുവന്നിട്ട് ഇനി കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടോ. എന്തായാലും സംഭവം കൊള്ളാം. വളരെയധികം സന്തോഷത്തിലാണ്. ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഒരു പയ്യൻ അവന്റെ വീടിനടുത്തുള്ള ഒരു കുടിവെള്ള പൈപ്പ് പൊട്ടി കുടിവെള്ളം മലിനമായിക്കൊണ്ട് ചുമ്മാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കണ്ട് സഹിക്കാൻ പറ്റാതെ ഒരു പയ്യൻ പ്രതികരിച്ചു. പരസ്യമായിട്ട് അവിടെ ഇരുന്ന് കുടിച്ചുകൊണ്ടാണ് അവൻ പ്രതികരിച്ചതും പ്രതിഷേധിച്ചതും. അതൊരു ഭയങ്കര വൈറലായിരുന്നു സംഭവം. അത് ചാനലുകളിലൊക്കെ വന്നു, സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായി വന്ന ഒരു സംഭവമായിരുന്നു. അതിനുശേഷം ഇന്ന് വൈകിട്ടോടുകൂടി മറ്റൊരു വീഡിയോ കണ്ടു. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിന് സന്തോഷം ഉണ്ടായി. സംഭവം ഇതാണ്. വഴിയെ രാത്രിയിൽ പോകുന്ന ചില സാമൂഹ്യ വിരുദ്ധരെ അവർ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് ഇടും. വേസ്റ്റ് ചാക്കിനകത്താക്കിക്കൊണ്ട് വഴി നീളെ ഇട്ടുകൊണ്ട് പോവുകയാണ്. ഇത് കാണുന്ന പഞ്ചായത്ത് അധികൃതരോ പഞ്ചായത്ത് മെമ്പർമാരോ ഇതൊക്കെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നു. പക്ഷെ ഈ വേസ്റ്റ് കൊണ്ട് ഇടുന്ന അതിനടുത്തുള്ള വീട്ടുകാർ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ജീവിക്കുന്നത്. ഇതിന്റെ ഈ വേസ്റ്റിന്റെ ദുർഗന്ധവും ഒക്കെ സഹിച്ച് ഇതിങ്ങനെ നിരന്തരമായിട്ട് വഴി കിടക്കുന്ന കണ്ടിട്ടൊക്കെ മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ വീടിനടുത്തൊക്കെ ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മള് മെമ്പർമാരെയും മറ്റ് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധം നടത്തിയ ഒരു യുവാവുണ്ട്. സംഭവം നടന്നത് പെരുമ്പാവൂരാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അയാള് ഈ കണ്ട ചാക്ക് എടുത്തുകൊണ്ട് ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ ചാക്കെടുത്ത് നേരെ പഞ്ചായത്ത് ഓഫീസിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ടു. ഇട്ടിട്ട് പുള്ളിയുടെ കാര്യം കൂടെ പറഞ്ഞു കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുത്തില്ലെങ്കിൽ നാളെ ഞാൻ സ്ത്രീകളെ അസഭ്യം പറഞ്ഞു എന്ന് പറയാൻ നിങ്ങൾ കേസ് കൊടുക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ സഹിക്കുന്നത് നിങ്ങൾ സഹിക്കണം. നിങ്ങൾ സർക്കാരിന്റെ ശമ്പളമൊക്കെ വാങ്ങിച്ചിരിക്കുന്നവരല്ലേ. അപ്പൊ പാവപ്പെട്ട ഞങ്ങള് ഇതൊക്കെ സഹിച്ചാണ് താമസിക്കുന്നത്. നിങ്ങളുടെയൊക്കെ ഭരണപരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വേസ്റ്റുകൾ കൊണ്ടുവന്നിരുന്നു. ഞങ്ങൾ ഇതൊക്കെ തട്ടിയാണ് നടന്നു പോകുന്നത്. നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ ഇത് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ആ വേസ്റ്റ് കൊണ്ട് നമ്മൾ ഇട്ടു. ഇതിനുശേഷം പുള്ളിക്ക് ഒരു കേസ് കൊടുത്തു. അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഒരു ചാനലുകാരോട് സംസാരിച്ച ഒരു ബൈറ്റ് കാണുകയുണ്ട്. അയാൾ പറഞ്ഞത് ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പറഞ്ഞു ഇത് ഞങ്ങളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുന്നു. ഇതുവരെ കൊണ്ടുവന്നിട്ടുകൊണ്ട് അതിനകത്തുണ്ടായിരുന്ന വേസ്റ്റ് വെള്ളം അതിന്റെ ദുർഗന്ധമൊക്കെ കൊണ്ട് ഞങ്ങളുടെ ജോലി തടസ്സപ്പെട്ടു എന്നും പറഞ്ഞാണ് കേസും കൊടുത്തതെന്ന് അയാൾ പറഞ്ഞു. എനിക്ക് നാണമില്ലടൂ. താനൊക്കെ വീട്ടിൽ നല്ല സുഖലോലുപതയിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരെ വളരെ ബുദ്ധിമുട്ടിയാണ്. ഞങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ കൂടി ഇതുപോലെ വേസ്റ്റുകൾ ഉണ്ട്. ഇതൊന്നും തനിക്കൊന്നും ശരിയാക്കേണ്ട ആവശ്യമേ ഇല്ല. തനിക്കൊക്കെ വന്നൊരു കേസ് കൊടുത്താൽ മതി. തനിക്കൊക്കെ ഇതൊക്കെ ഒരു അഭിമാന പ്രശ്നമാണ്. ഞങ്ങൾ ഇരിക്കുന്ന ഓഫീസിന്റെ കീഴിൽ ഓഫീസിൽ കൊണ്ടുവന്ന് ഇതുപോലെ വേസ്റ്റ് ഇട്ടു, അവൻ ചുമ്മാ അങ്ങ് നടന്നു പോയി എന്നൊക്കെ പറഞ്ഞാൽ മതി തനിക്കൊക്കെ. പാവപ്പെട്ട ആളുകൾ താമസിക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഇതുപോലത്തെ നാറികൾ കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്നിട്ടിട്ട് പോകും. ഇതൊക്കെ ഞങ്ങൾ സഹിക്കണം. അതിന്റെ ആവശ്യമില്ലെന്നേ. നീയൊക്കെ ഇരിക്കുന്ന കസേരയുടെ അടിയിൽ തന്നെ കൊണ്ടുവന്നിടും. നാളെ എല്ലാ പഞ്ചായത്തുകളിലും ഇതൊക്കെ തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ കാണുന്ന ആളുകളോട് ഒരപേക്ഷയാണ്, ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. അദ്ദേഹം ഇതുപോലെ പ്രതിഷേധിച്ചുകൊണ്ട് അവിടെ ഒരു സംഭവം ഉണ്ടായി. പഞ്ചായത്ത് ഉദ്യോഗസ്ഥര് പോലീസിന് പരാതി കൊടുത്ത കൂട്ടത്തിൽ ഇത് എവിടെ നിന്നാണ് വന്നതെന്നും കൂടെ അറിയണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരാതിയും കൂടെ കൊടുത്തു. അയാൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് അയാളുടെ മിറ്റത്ത് കിടക്കത്തേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അല്ലാണ്ട് ഇതിനെതിരെ ഒരു പരാതി ഒന്നും നടക്കത്തില്ലായിരുന്നു. അയാൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് അതിനെതിരെ ഒരു നടപടിയെങ്കിലും വന്നത്, ഒരു ചർച്ചയായത്. ആ നാണക്കേടിൽ നിന്ന് ഒഴിവാകുന്നതിന് വേണ്ടി എങ്കിലും ഇതൊരു അന്വേഷണം നടക്കും. കോട്ടയത്ത് നിന്ന് വന്നതാണ് എന്നൊക്കെ പറയുന്നു. ഇവിടുന്ന് വന്ന് ഇതാണെങ്കിലും ആര് കൊണ്ടുവന്നിട്ടാണെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ കണ്ടുപിടിക്കുക, നടപടി ഉണ്ടാകുക, കൃത്യമായിട്ടുള്ള ശിക്ഷയും കൊടുക്കുക. അല്ലാണ്ട് ഇതൊന്നും കണ്ടില്ല എന്ന് അടിച്ച് വഴിയിലല്ലേ കിടക്കുന്നേ, ഞാനത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ ആ സൈഡിൽ കൂടെ പോയാൽ മതിയല്ലോ എന്നൊക്കെ കരുതി പോകുന്ന ദാഷന്മാരെ നാളെയൊക്കെ നിന്റെ വീട്ടുപടിക്കെ കൊണ്ടുവന്നിട്ടാലും വീടിനകത്ത് കൊണ്ടുവന്നിട്ടാലും നീ ഒന്നും മിണ്ടത്തില്ല. ഏതായാലും ആ സഹോദരന് അഭിവാദ്യങ്ങൾ.
താങ്കളുടെ ആ ഒരു എഫേർട്ടിനെ അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം പൊതുജനം പ്രതികരിച്ചു തുടങ്ങിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും പ്രതികരിക്കുക, ശക്തമായി തന്നെ പ്രതികരിക്കുക. കൊലക്കുറ്റമൊന്നുമല്ലോ. ഇതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവത്തുള്ളൂ, നമ്മുടെ നാട് മെച്ചപ്പെട്ട രീതിയിൽ വരത്തുള്ളൂ. അല്ലെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇതുപോലെ അവരുടെ ആ ഒരു സുഖങ്ങൾ നോക്കിയുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. എല്ലാവരെയും അല്ല കേട്ടോ, ഒരു കൂട്ടം ആളുകളുണ്ട് യാതൊന്നും ചെയ്യാതെ, പബ്ലിക്കിന് വേണ്ടി യാതൊരു കാര്യങ്ങളും ചെയ്യാതെ ശമ്പളം വാങ്ങിച്ച് വീട്ടിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയാണ് പറയുന്നത്. അപ്പം എന്തായാലും ആ സഹോദരൻ ഇരിക്കട്ടെ, ഒരു ബിഗ് സല്യൂട്ട്.